ഇത് ടൈം ആൻഡ് വർക്കിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സിനും വൈക്കും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 20 ദിവസം എടുക്കുന്നു. വൈനും ഇസഡിനും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 24 ദിവസം എടുക്കുന്നു. എക്സ് 10 ദിവസം വർക്ക് ചെയ്യുന്നു, വൈ 18 ദിവസം വർക്ക് ചെയ്യുന്നു, ഇസഡ് ബാക്കി വർക്ക് 13 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിനും ഇസഡിനും കൂടി 75% വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് ചെയ്ത് തീർക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോർമലായിട്ട് ചെയ്യുവാണെങ്കിൽ ഇഷ്ടംപോലെ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റാസ് നമുക്കൊന്ന് ചുമ്മാ എഴുതി വെക്കാം. എക്സിനും വൈക്കും കൂടി 20, ഓക്കെ. എക്സിനും വൈക്കും ഇസഡിനും കൂടി 24, ഓക്കെ. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് എക്സ് 10 ദിവസവും വൈ ആണെങ്കിൽ 18 ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വർക്ക് ഇസഡിന് 13 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ എക്സ് 10 ദിവസവും, നമുക്കിവിടെ ആക്ച്വലി ചെയ്യുന്ന എക്സ് 10ഉം വൈ 18ഉം ആണ്. എക്സ് 10 ദിവസവും വൈ ഒരു 10 ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, വൈ ഒരു 10 ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 8 ദിവസം വൈ ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ എക്സ് 10 ദിവസം വൈ 10 ദിവസം, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ട്രിക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് യൂസ് ചെയ്യാവുന്ന. ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും നമുക്ക് ട്രിക്കൊക്കെ വരുന്നത്. എക്സ് 10 ദിവസവും വൈയും 10 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ടോട്ടൽ വർക്കിന്റെ പകുതി തീരത്തില്ലേ? കാരണം എക്സും വൈയും കൂടി 20 ദിവസം ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 20ന്റെ നേരെ പകുതി 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്കിന്റെ പകുതി വർക്ക് അവരെ കൊണ്ട് അവിടെ ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ, എക്സും വൈയും 20 ദിവസം ചെയ്താൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. അതേസമയം എക്സ് 10 ദിവസം വൈ 10 ദിവസം, അല്ലെങ്കിൽ എക്സും വൈയും കൂടി 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വർക്കിന്റെ പകുതി അവിടെ ചെയ്തു തരും. അതവിടെ നിൽക്കട്ടെ. അടുത്തത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈയും ഉണ്ട് ഇസഡും ഉണ്ട്. അപ്പോൾ വൈ 8 ദിവസം, ഓക്കെ, വൈ 8 ദിവസം, റിമൈനിങ് വർക്ക് ഇസഡ് 13 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്യുക. എനിക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും 8 ദിവസം വർക്ക് ചെയ്യുന്നു ഞാൻ എടുക്കുന്നു. രണ്ടുപേരും 8 ദിവസം വർക്ക് ചെയ്യുന്നു ഞാൻ എടുക്കുന്നു. അപ്പോൾ വൈയും 8 ദിവസം, ഇസഡും 8 ദിവസം, ഓക്കെ. ഇവർ രണ്ടുപേരും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24 ദിവസം കൊണ്ട് വർക്ക് തീരും, അല്ലേ? അപ്പൊ ഇവർ രണ്ടുപേരും 8 ദിവസം മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1/3 വർക്ക് അവിടെ തീരും. 1/3 വർക്ക് അവിടെ തീരും. 1/3 വർക്ക് തീരും. ഇവർ രണ്ടുപേരും കൂടി 24 ദിവസം വർക്ക് ചെയ്താൽ ഫുൾ വർക്ക് തീരും. 8 ദിവസം രണ്ടുപേരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 1/3 വർക്ക് തീരും. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ആയിട്ട് വരാൻ പോകുന്നത് ടോട്ടൽ വർക്ക് 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ഇവർ രണ്ടുപേരും കൂടി ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ രണ്ട് പോർഷനും കൂടി ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് 1 മൈനസ് 1/2 1/3 1/6 വർക്ക് ഇനിയിപ്പോ പെൻഡിങ് ഉണ്ട്, അല്ലേ? 1/6 വർക്ക് ഇനിയിപ്പോ പെൻഡിങ് ഉണ്ട്. 1ൽ നിന്ന് 5/6 കുറച്ച് കഴിഞ്ഞാൽ 1/6 വർക്ക് പെൻഡിങ് ഉണ്ട്. ടോട്ടൽ വർക്കിന്റെ 1/6 ചെയ്യാൻ, 6ൽ ഒരു ഭാഗം ചെയ്യാനാണ് ഇസഡിന് ബാക്കി വരുന്ന 5 ഡേയ്സ് എടുക്കുന്നത്. ടോട്ടൽ വർക്കിന്റെ 1/6 ചെയ്യാനാണ് 5 ദിവസം എടുക്കുന്നത്. അപ്പൊ മൊത്തം വർക്ക് ചെയ്യാൻ വേണ്ടി ഇസഡിന് എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും. 6ൽ ഒരു ഭാഗം വർക്ക് ചെയ്യാനായിട്ട് 5 ദിവസം ആണെങ്കിൽ ഫുള്ള് വർക്ക് ചെയ്യാനായിട്ട് എത്ര എടുക്കും? ഇസഡിന് 30 ദിവസം എടുക്കും. ഇസഡിന് 30 ദിവസം എടുക്കും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം, അല്ലേ? അപ്പൊ എക്സും വൈക്കും കൂടി 20, എക്സിനും വൈക്കും ഇസഡിനും കൂടി 24, ഇസഡിന് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ 30 ദിവസം. ഓക്കെ, അപ്പൊ ഞാൻ ടോട്ടൽ വർക്ക് LCM ആയിരിക്കും എടുക്കുന്നത്. 120 വരും, ഇത് 6 വരും, 5 വരും, 4 വരും. എങ്ങനെ വരും? 120/20, 120/24, 120/4. ഇതായിരിക്കും ഇവരുടെ എഫിഷ്യൻസി വരുന്നത്. ഇസഡിന്റെ മാത്രം എഫിഷ്യൻസി 4, വൈൻ്റെ ഇസഡിന്റെ എഫിഷ്യൻസി
5. അപ്പോൾ വൈൻ്റെ 1, എക്സിൻ്റെ വൈൻ്റെയും കൂടി 6, വൈക്ക് മാത്രം 1, അപ്പോൾ എക്സിൻ്റെ 5, എക്സിൻ്റെ 5. ഇനിയിപ്പോൾ ചോദിച്ചിരിക്കുന്നത് മൊത്തം വർക്കിൻ്റെ 75%. മൊത്തം വർക്കിൻ്റെ 75% എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 120 ഇൻറ്റു 3/4 എന്ന് എഴുതാം അല്ലേ. മൊത്തം വർക്ക് 120 അതിൻ്റെ 75% അല്ലെങ്കിൽ 3/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും, 120 ഇൻറ്റു 3/4. ഇത് എക്സിനും ഇസഡിനും കൂടി, എക്സിനും ഇസഡിനും ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം വർക്ക് ചെയ്താൽ 9 വർക്ക് തീരും. 9 വർക്ക് തീരും അല്ലേ, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി 9 എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. കട്ട് ചെയ്യാന്നെല്ലാം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ 30 കൊടുക്കാം. ഇവിടെയാണെങ്കിൽ ഈ 3 വെച്ച് കട്ട് ചെയ്യാം, 3 9, ബാക്കി പോയിട്ട് 10 ദിവസം കൊണ്ട് എക്സിനും ഇസഡിനും എന്ത് ചെയ്യാം, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കാൽക്കുലേഷൻ വരും, പക്ഷേ ഇതൊന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റും. ഒന്നുകൂടി ചെയ്ത് പറയാം. ഞാൻ എക്സും ഈ സാധനത്തിന് ഞാൻ ഓരോരോ ഘട്ടങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എക്സ് 10 ദിവസം, വൈ 18 ദിവസം. അതിനെ ഞാൻ 10 + 8 എന്ന് എഴുതിയിട്ട് എക്സും വൈയും കൂടി 10 ദിവസമാക്കി. ഓക്കെ, റിമൈനിങ് ഉള്ള 8ഉം ഈ ഇസഡും കൂടി ഞാൻ കമ്പൈൻ ചെയ്തു. ഇസഡ് മൊത്തം 13 ദിവസമാണ്. ഞാൻ എക്സിൻ്റെ കൂടെ ഒരു 8 ദിവസം, മറ്റേതിൻ്റെ കൂടെ ഒരു 5 ദിവസം എന്ന് പറഞ്ഞെടുത്തു. ഒറ്റയ്ക്ക് 5 ദിവസം എന്ന് പറഞ്ഞെടുത്തു. സോ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു രീതിയിലോട്ട് ആൻസർ വരും.